ട്രേഡേഴ്സ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ റൈസ് ആയിട്ട് കാണാം. 15.68 ആണ് പോയിന്റിൽ നിൽക്കുകയാണ് ഇന്ത്യ വിക്സ്. അതായത് 1.81%, അതായത് 13% ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. സോ ഇതൊരു മാർക്കറ്റ് അടുത്ത് തന്നെ നമുക്ക് ബഡ്ജറ്റ് വരുന്നുണ്ട്. ഫെബ്രുവരി 1 ബഡ്ജറ്റിൻ്റെ ഒരു ഫിയറാണ് മാർക്കറ്റിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്സൈഡ് മൂവ്മെൻ്റ് ആണെങ്കിലും വിക്സ് നല്ല രീതിയിൽ റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാം, മാർക്കറ്റ് ഓൾറെഡി കണ്ടിന്യൂസ്ലി ഓപ്പൺ ചെയ്ത പോയിന്റ് ചെയ്യുന്നത് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സെയിം പോലെ തന്നെയാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഓപ്പൺ ചെയ്തു, അവിടുന്ന് കണ്ടിന്യൂസ്ലി നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, ഒരു 385 പോയിൻറ്റ് പോസിറ്റീവ് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ നിഫ്റ്റി ഒരു മൂവ്മെൻറ്റ് കാണിച്ചാലും ബാങ്ക് നിഫ്റ്റി എന്ന റേഞ്ചിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാർക്കറ്റിൽ അത്ര വലിയ മൂവ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ട്രേഡ് ഒരു ഓപ്ഷൻസിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്ട്രാറ്റജി വൈസ് ചെയ്യാവുന്ന ഒരു റേഞ്ച് മാർക്കറ്റാണ്. സോ ലെവൽ വന്നിരിക്കുന്നത് ഒരു 45,135 നിന്ന് 45,600, ഒരു 300 പോയിൻ്റ് ലെവലിലാണ് നമുക്കൊരു ഒരു 400 പോയിൻ്റ് ലെവൽ, 400-450 പോയിൻ്റ് ലെവലിലാണ് നമുക്ക് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കേണ്ടത്, ഇന്ന് നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഉണ്ടായിരുന്നു. സോ മിഡ് ക്യാപ്പ് നമുക്ക് ഇന്നൊരു മാർക്കറ്റ് ഫോളോ ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് ഒരു നല്ല മൂവ്മെൻറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിൽ നമുക്കൊരു ട്രാപ്പൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. ജസ്റ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഒക്കെ നടന്ന് ഇവിടെ ഒരു ട്രാപ്പിംഗ് ഒക്കെ കാണാൻ നമുക്ക് സാധിച്ചിരുന്നു. സോ ഇത് ഒരു റേഞ്ച് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് അപ്പ് സൈഡ് കഴിഞ്ഞ് ഒരു ഡൗൺ സൈഡ് നോക്കുന്നവർക്ക് ഒരു ട്രാപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് മാർക്കറ്റ് ഇവിടെ കാണിച്ചിരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞു, നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നാളത്തേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, ഇപ്പോൾ എന്താണ് ക്ലോസിങ്ങിന് ശേഷം എന്താണ് സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ കാണാം, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സപ്പോർട്ട് എടുത്തു. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ട്രെൻഡിനെ അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ നേരെ ന്യൂട്രലാക്കിയിരിക്കുന്നു. ആ ഡൗൺ ട്രെൻഡ് എന്നുള്ളതിനെ ന്യൂട്രലാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ കേസസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നല്ലൊരു ഫാളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്ന ഒരു ലെവൽ ഉണ്ടായിരുന്നു. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. സോ സപ്പോർട്ട് എടുത്ത് ഇന്നൊരു തിരക്കേണ്ടതൊരു ഗ്രീൻ ക്യാൻഡിലാണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ മുകളിൽ നിന്നൊരു ചെറിയൊരു റിജക്ഷൻ ഫീൽ ചെയ്യാം. അത് ഈ വരുന്ന ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഒരു എഫക്റ്റും കൂടിയുണ്ട്. സോ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അത്ര ഒരു സ്ട്രോങ് ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നിഫ്റ്റി ഓൾറെഡി നല്ല മൂവ്മെൻറ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാളത്തേക്ക് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണുള്ളത്. സോ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിൽ നമുക്ക് നോക്കാവുന്നത് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ട്രേഡുകൾ, ഏത് ലെവലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫിൻനിഫ്റ്റി നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെയാണ് ചാർട്ടിൻ്റെ ഒരു പാറ്റേൺ കിടക്കുന്നത്. ആ ഗ്യാപ്പ് ഫില്ലാണ് കഴിഞ്ഞിരിക്കുന്നത്. ഗ്യാപ്പ് ഫില്ല് ഒരു തിരക്കേടില്ലാത്ത ഒരു ക്യാൻഡിലും കിട്ടിയിട്ടുണ്ട്. സോ ഇതിനൊരു റേഞ്ച് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടൈം ഫ്രെയിം മാറ്റി 15 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഫിൻനിഫ്റ്റിയും ഇതുപോലെ ഒരു റേഞ്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു കണ്ടിന്യൂഷൻ, പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്നുള്ള ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് നേരെ പുഷ് ചെയ്ത് മുകളിലേക്ക് വന്നു, ഒരു പോയിന്റിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്ത് സൈഡ് വൈസാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. സോ നാളെ നമുക്ക് പറയാവുന്ന ഈ ഒരു ലെവലിനും ബ്രേക്ക് ചെയ്ത 20,465 ലെവല്, അതുപോലെ തന്നെ 20,320, ഈ 2 ലെവലാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു 2 ലെവലുകളുള്ളത്. ഈ ഒരെണ്ണം അതുപോലെ ഈ ഒരെണ്ണം. സോ ഈ 2 ലെവലിൻ്റെ ഉള്ളിൽ എന്താണ് മാർക്കറ്റ് ആക്ഷൻ കാണിക്കാൻ പോകുന്നത് അത് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എൻട്രി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് സ്ട്രാറ്റജീസ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നമുക്ക് സ്ട്രാഡിലോ സ്റ്റാങ്കിലോ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ കോൺട്രാ എടുത്ത് ഹെഡ്ജ് പൊസിഷൻ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു. മിഡ് ക്യാപ്പിൽ നമുക്ക് നല്ലൊരു പൊസിഷൻസ് വന്നിരുന്നു. ഇന്നത്തേക്ക് ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മൂവ് ചെയ്തു നമുക്ക് 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു 29, ഇവിടുന്ന് മൂവ് ചെയ്ത് ഫസ്റ്റ് ഒരു ബിഗ് ക്യാൻഡലിന് ശേഷം ഒരു റീട്രേസ് വന്നു.
അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അതിനുശേഷം കുറച്ച് നേരം കൺസോൾട്ടേഷൻ എടുത്തതിന് ശേഷമാണ് ഇതൊരു താഴ്ത്തിട്ട് പോരുക എന്നുള്ള രീതിയിൽ ഇത് താഴ്ത്തിട്ടൊന്ന് ബ്രേക്ക് ഔട്ട് കാണിച്ചു. അതിനുശേഷം അതേപോലെ ആ ഒരു ബ്രേക്ക് ഔട്ടിൽ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത് നല്ല മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് വരുന്നത്. അതായത് ഒരു റെഡ് ക്യാൻഡിലിന് ശേഷം നല്ല രീതിയിലൊരു ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്ന ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യണം കാണാൻ പറ്റുന്നു. സോ അത് അങ്ങനെ ഒരു ടെൻഡൻസി കാണുമ്പോൾ തന്നെ അതൊരു ലിക്വിഡിറ്റി ഗ്രാബാണ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ഇത്രയും ഇടയിലുണ്ടായിരുന്നവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഫേക്ക് ഔട്ട് കാണിച്ചു കൊടുത്തത്. അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡ് മൂവ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു സിക്സ് ആഗ് മൂവ്മെൻറ്റാണ് വന്നത്. നല്ല രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സെൻസെക്സ് ഇന്ന് 1240 പോയിൻറ്റ് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റീനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് എക്സിലും ഇതുപോലെ തന്നെ എന്താണോ ബാങ്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് റേഞ്ചായിട്ട് തന്നെയാണ് ബാങ്ക് എക്സ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇനിയിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി ഒരു സ്ട്രോങ് സൈഡും ബാങ്ക് നിഫ്റ്റി ഒരു വീക്ക് സൈഡും ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതനുസരിച്ച് നമുക്ക് മാർക്കറ്റിലേക്ക് ഏതൊക്കെ പൊസിഷൻസ് എടുക്കാം, ഏതൊക്കെ ലെവലാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുകയാണ് മെയിൻ കാര്യം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ വിക്സ് കൂടി വരുന്നുണ്ട്. സോ മാർക്കറ്റിൽ പാനിക്കുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്ത് മാത്രം ട്രേഡിൽ എൻട്രി എടുക്കുക. വിക്സ് കൂടി വരുമ്പോൾ നമുക്ക് ഒരിക്കലും പക്ഷേ സെല്ലിങ് അത്ര പ്രോഫിറ്റബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തീറ്റനേക്കാൾ കൂടുതൽ വിക്സ് കയറി വരും. സോ രണ്ട് സൈഡിലും പ്രീമിയം കൂടാനുള്ള ചാൻസാണ് ഉണ്ടാവാറുള്ളത്. സോ നിഫ്റ്റിയുടെ കേസസിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി അപ്സൈഡാണ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് എവിടെ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു ടോപ്പ് ലെവൽ നമുക്ക് കാണാവുന്ന ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എവിടെയാണ് ക്ലോസ് ചെയ്തത് ആ ഒരു പോയിൻറ്റിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഗ്യാപ്പോടുകൂടി ഒരു സ്വിങ് കിടക്കുന്നുണ്ട് 21,865 ലെവലിൽ. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി. സോ നിഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇനിയും 2 ദിവസം കൂടിയുണ്ട്, 3 ദിവസം കൂടിയുണ്ട്. വ്യാഴാഴ്ചയാണ് എക്സ്പയറി തന്നെ. സോ നിഫ്റ്റിക്ക് അതിനുള്ള സമയമുണ്ട്. അത് മുകളിലേക്കാണോ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കി നമുക്ക് കറക്റ്റായിട്ട് റിസ്ക് വളരെ ട്രേഡ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്ഷൻ ഹെഡ്ജ് പൊസിഷൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ മാർക്കറ്റ് ഫസ്റ്റ് റേഞ്ച് എടുക്കുക, അതിനുശേഷം ഇത് സൈഡാണ് ബ്രേക്ക് ചെയ്യണം. അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് മൂവ് ചെയ്യിക്കാവുന്നതാണ് അതിൻ്റെ പൊസിഷൻസ്. സോ ഇതാണ് ഇന്നത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. ട്രേഡ് എടുത്തിരുന്ന ഒരു ഓപ്ഷൻ ബൈയിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേക്കഡ് വനം നല്ലൊരു മൂവ്മെൻറ്റ്. ഇങ്ങനത്തെ ട്രെൻഡിങ് മാർക്കറ്റിൽ മാത്രമേ നമുക്ക് നേക്കഡ് ബൈയിങ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ബൈയിങ് അത്ര റിസ്ക്കി ആയിട്ടുള്ള സംഭവമാണ്. സോ ട്രെൻഡിങ് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. പൊസിഷൻ സൈസും കറക്റ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓപ്ഷൻ ബൈയിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.